ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് 3 എൻട്രി പോയിൻറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 എൻട്രി പോയിൻറ്റ്സും എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻട്രി പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഏറ്റവും ആദ്യത്തെ ഹൈ പ്രൊബബിലിറ്റി എൻട്രി പോയിൻ്റ് ആണ് ബ്രേക്ക് ഔട്ട്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി UPLൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് ലൈനും ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം. അതായത് മാർക്കറ്റ് ആദ്യം ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും തിരിച്ച് ഡൗൺ ആയി, വീണ്ടും അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, പിന്നീട് മാർക്കറ്റ് വീണ്ടും ഡൗൺ ആയി. പിന്നീട് എപ്പോഴാണോ ആ ഒരു റെസിസ്റ്റൻസ് ലൈനെ മറികടക്കുന്നത് അതിനെയാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടാണ്. ആ ഒരു ബ്രേക്ക് ഔട്ട് മൊമെൻറ്റിൽ നമുക്കൊരു എൻട്രി എടുക്കാം, ബൈയിങ് പൊസിഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം നല്ലൊരു അപ്പ് ട്രെൻഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കിവിടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3% അല്ലെങ്കിൽ 3.5% അപ്പ് ട്രെൻഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ സാധാരണ ബ്രേക്ക് ഔട്ടിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഏതാണോ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ അതിൻ്റെ ലോ പോയിൻ്റ് ആണ് സാധാരണ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 1:5 1:4 എന്നൊരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടാണ്. ഇനി നമുക്ക് ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്തത്. ഇവിടെ ഞാൻ ഓൾറെഡി സപ്പോർട്ട് ലൈന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കവിടെ കാണാം. അതായത് ആദ്യം ഒരു സപ്പോർട്ട് എടുത്തു, പിന്നീട് വീണ്ടും അതേ സപ്പോർട്ട് തന്നെ ഏകദേശം ഒരു 1-2 ഏകദേശം ഒരു 4-5 തവണ ആ ഒരു സോണിൽ സപ്പോർട്ട് എടുത്തു. പിന്നീട് ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ഔട്ട് അവിടെ നടന്നു. ആ ഒരു ക്യാൻഡിലിൽ സപ്പോർട്ട് സോൺ ബ്രേക്ക് ഔട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ ഒരു എൻട്രി എടുക്കാം. ഇവിടെ നമ്മൾ റിസ്ക് റിവാർഡ് നോക്കിയിട്ടുണ്ടെങ്കിലും അതൊരു ഹൈ റിസ്ക് റിവാർഡാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതായത് ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ കീപ്പ് ചെയ്യാം, അതുപോലെ ഹൈ പ്രോഫിറ്റ് നമുക്കിവിടെ ബുക്ക് ചെയ്യാം. ഇതാണ് സപ്പോർട്ട് ബ്രേക്ക് ഔട്ട്. ഇനി നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈനാണ് ഒരു ട്രെൻഡ് ലൈൻ. നമുക്കിവിടെ കാണാം. എപ്പോഴാണോ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തത്, ഈ ഒരു പോയിന്റിലാണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്, നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത ആ ഒരു സ്പോട്ടിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അതുപോലെ നമുക്ക് ആ ഏത് ക്യാൻഡിലാണോ ബ്രേക്ക് ഔട്ട് ചെയ്തത് അതിൻ്റെ ലോ പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ കാണാം നല്ലൊരു റാലി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഔട്ടിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ബ്രേക്ക് ഔട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്: ട്രെൻഡ് ലൈന്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്. അതുകൂടാതെ നമുക്ക് പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് ഡേ ഹൈ, പിവോട്ട് പോയിൻ്റ്, അതുപോലെ CPR ലെവൽ, അങ്ങനെ ഒരുപാട് ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. വളരെ സേഫായിട്ട് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എൻട്രി എടുക്കാവുന്ന ഒരു പൊസിഷനാണ് ബ്രേക്ക് ഔട്ട്. ഇനി അടുത്ത എൻട്രി പോയിൻ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ആദ്യമേ പറയട്ടെ, സപ്പോർട്ടിൽ നമ്മൾ ബൈ ചെയ്യും, അതുപോലെ റെസിസ്റ്റൻസിൽ നമ്മൾ സെൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തു, പിന്നീട് വീണ്ടും അപ്പ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു, പിന്നീട് ഒരു സൈഡ്വേസ് ട്രെൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം തിരിച്ച് ഈ ഒരു ലെവൽ, മുമ്പ് സപ്പോർട്ട് എടുത്ത അതേ ലെവലിൽ തന്നെ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്, ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ലെവലിനെ കുറച്ച് താഴെയായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ലൊരു റാലി ഉണ്ടായിട്ടുണ്ട്, നമുക്കിവിടെ കാണാം നല്ലൊരു റാലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഒന്നുകിൽ 1:2 എടുക്കാം, അല്ലെങ്കിൽ ഏതാണോ തൊട്ടടുത്ത ലെവൽ നമുക്കതിൽ അവിടെ വെച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇനി റെസിസ്റ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസിൽ നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇൻഫോസിസിൻ്റെ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തത്. ഇവിടെ ഞാൻ ഓൾറെഡി റെസിസ്റ്റൻസ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് പ്രൈസ് ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴാണോ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ എത്തിയത് ആ ഒരു സമയത്ത് നമുക്ക് സെല്ല് എൻട്രി എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റെസിസ്റ്റൻസ് ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെക്കാം. നമ്മുടെ ടാർഗറ്റ് നമുക്കിവിടെ കാണാൻ നല്ലൊരു
റാലി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് നമ്മുടെ റിസ്ക് റിവാർഡിനനുസരിച്ചിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എൻട്രി പോയിൻ്റ്, സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. സപ്പോർട്ടിൽ നമ്മൾ ബൈ എൻട്രി എടുക്കും, റെസിസ്റ്റൻസിൽ നമ്മൾ സെൽ എൻട്രി എടുക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ എൻട്രി പോയിൻ്റ് നോക്കാം, പുൾ ബാക്ക് അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റ്. ഈ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റ് എൻട്രി ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് ഒരു ട്രെൻഡിങ് ഡേയിലാണ്. ഒരു ട്രെൻഡിങ് ഡേ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എൻട്രി പോയിൻ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ല ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാം, ഇതൊരു ട്രെൻഡിങ് ഡേ ആണ്. നിഫ്റ്റി 50യുടെ ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്തത്. ഇത് നല്ലൊരു ട്രെൻഡ് നമുക്ക് ഇവിടെ കാണാം. രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു അപ്പ് ട്രെൻഡാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുൾ ബാക്ക് അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കാം. നമുക്ക് കാണാം, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയൊരു അപ്പ് ട്രെൻഡ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു പുൾ ബാക്ക് കുറച്ച് നേരം താഴത്തേക്ക് വന്നു, വീണ്ടും അപ്പ് ട്രെൻഡിൽ പോയി, പിന്നെ കുറച്ച് നേരം താഴോട്ട് വന്നു, പിന്നെ വീണ്ടും അപ്പ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു, വീണ്ടും ഒരു പുൾ ബാക്ക്, പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു, വീണ്ടും ഒരു പുൾ ബാക്ക്. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. സാധാരണ എല്ലാ ട്രെൻഡിങ് ഡേയുടെ ഗ്രാഫ് എടുത്ത് നോക്കിയാലും ആദ്യം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, പിന്നീട് ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, പിന്നീട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, അതായത് മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈനെക്കാട്ടിയും വലിയൊരു ഹൈ. അതുപോലെ ഈ ഒരു പാറ്റേണിലാണ് എപ്പോഴും ട്രെൻഡിങ് ഡേയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ട്രെൻഡിങ് ഡേയിൽ എൻട്രി എടുക്കുന്നത് പുൾ ബാക്കിലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹൈ പ്രോബബിലിറ്റി എൻട്രി നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴും പുൾ ബാക്ക് ട്രെൻഡിങ് ഡേയിൽ പുൾ ബാക്കിൽ എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ പുൾ ബാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് മൂവിങ് ആവറേജ് യൂസ് ചെയ്യാം, അതുപോലെ ഫിബിനോച്ചി ലെവൽസ് യൂസ് ചെയ്യാം, അതുപോലെ നമുക്ക് ഇൻട്രാഡേ ലെവൽസായ പിവോട്ട് പോയിൻ്റ്, അതുപോലെ ക്യാമറ ലെവൽസ്, CPR, അങ്ങനെ ഒരുപാട് ഇൻട്രാഡേ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രെൻഡിങ് ഡേയിൽ നമുക്ക് പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്. നമുക്ക് സ്കാൽപ്പിങ്ങിന് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു എൻട്രി പോയിൻ്റ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് മെത്തേഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 എൻട്രി പോയിൻറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ബ്രേക്ക് ഔട്ട്, മറ്റൊന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, മൂന്നാമത്തത് പുൾ ബാക്ക് അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇത് മൂന്നും ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു 3 എൻട്രി പോയിൻറ്റ്സ് പഴയ ചാർട്ട് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുക. അതുകൂടാതെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം റിയൽ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അല്ലാതെ എൻ്റെ ടെലഗ്രാം കോൺടാക്റ്റ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു.